സംസ്ഥാനത്ത് KSRTCക്ക് ആകെയുള്ളത് 5350 ബസ്സുകളാണ്. ഇതിൽ 2200 ബസ്സുകളാണ് ഓർഡിനറി ബസ്സുകൾ. 4 മുതൽ 5 ലക്ഷത്തോളം സ്ത്രീകളാണ് ഓർഡിനറി ബസ്സുകളെ ആശ്രയിക്കുന്നത്. സൗജന്യ യാത്ര പ്രാബല്യത്തിലാക്കുമ്പോൾ സ്വകാര്യ ബസ്സിലെയും ഇരുചക്ര വാഹനങ്ങളിലെയും സ്ത്രീ യാത്രക്കാർ കൂടി KSRTC ആശ്രയിച്ചേക്കും. അങ്ങനെ വന്നാൽ 8 ലക്ഷത്തോളം സ്ത്രീകൾക്കായിരിക്കും സൗജന്യ യാത്ര പ്രയോജനപ്പെടുക. TV പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. TV പ്രസാദ്, ഇപ്പോൾ ആശ്രയിക്കുന്ന സ്ത്രീകൾ മാത്രമല്ല, ഇനി സൗജന്യ യാത്ര നൽകുമ്പോൾ സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ച് KSRTC ആശ്രയിച്ചേക്കാമെന്ന് കരുതുന്ന സ്ത്രീകൾ, ഇവരെല്ലാവരും ഉൾപ്പെടുന്നതാണ് ഈ 8 ലക്ഷത്തിന്റെ കണക്ക്. അതിന്റെ സാധ്യതകൾ എന്താണ്? അതുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത എത്രയാണ്? മധു, സാമ്പത്തിക ബാധ്യത പരിഹരിക്കാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കും എന്ന ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അതുപോലെ തന്നെ ഗതാഗത മന്ത്രി CP ജോണും അതുതന്നെയാണ് പങ്കുവയ്ക്കുന്നത്. CP ജോൺ റിപ്പോർട്ടറിനോട് തന്നെ സംസാരിച്ചത് പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ പണം താനെ വരും എന്ന രീതിയിലാണ് മന്ത്രിയുടെ പ്രതികരണം. അത്രയേറെ ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർമാരുടെ മുന്നിൽ വെച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനം ഇത് തന്നെയായിരുന്നു. സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം സ്ത്രീകളുടെ വോട്ട് കിട്ടാൻ പോലും കാരണമായി ഈ പ്രഖ്യാപനം എന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഇത്രയും ആളുകളെ ഇനി ഉൾക്കൊള്ളാൻ കഴിയുക? എങ്ങനെയാണ് ഇത്രയും ആളുകൾക്ക് സൗജന്യം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ ബസ്സിൽ കയറുന്ന സ്ത്രീകളുടെ കണക്ക് വെച്ച് ഇനിയുള്ള കണക്കിനെ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം യാത്ര സൗജന്യമാകുന്നതോടുകൂടി ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർ, അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നവർ, അതുപോലെ കാറുകളിൽ പോകുന്നവർ, അതിലൊരു വിഭാഗം ഉറപ്പായും ഈ പറയുന്ന KSRTC ബസ്സുകളെ ആശ്രയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ അശ്വിൻ പറഞ്ഞതുപോലെ പൂർണ്ണമായി ഇപ്പോൾ ഏത് തരത്തിലാണ് നടപ്പിലാക്കുക എന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തിയില്ല. അത് ഓർഡിനറി ബസ്സുകളാണെങ്കിൽ പോലും ആ ഓർഡിനറി ബസ്സുകളിൽ കൂടുതലും സ്ത്രീ യാത്രക്കാരാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വരികയും ചെയ്യുക. ഇതിൽ മറ്റൊരു കാര്യമുള്ളത് മാധു, നമ്മൾ പറയേണ്ടതാണത്. അതായത് ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സൗജന്യം കിട്ടുന്നു എന്ന് മാത്രമല്ല, റൂറൽ ഏരിയയിൽ ഗ്രാമപ്രദേശങ്ങളിലുള്ള പല സ്ത്രീകളും നഗരത്തിലേക്ക് ജോലി ചെയ്യാൻ വരാൻ മടിക്കുന്നത് അവർ പലപ്പോഴും ഈ ബസ്സിന് കൊടുക്കേണ്ട പണം ഓർത്തിട്ടാണ്. ഇപ്പോഴാണെങ്കിൽ അവർക്ക് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്നിറങ്ങിയാൽ എത്ര ദൂരവും സൗജന്യമായി പോയി ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ടാകും. അവർക്ക് ഒരു ജീവിക്കാനുള്ള വരുമാനമുണ്ടാകും. അത് നമ്മുടെ സാമൂഹ്യ ഘടനയിൽ വലിയ മാറ്റം വരുത്തും എന്നുള്ളതും ഇതിൽ പരമപ്രധാനമാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ സ്ത്രീകൾ തൊഴിൽ രംഗത്തേക്ക് വരികയും അങ്ങനെ ഒരു പോസിറ്റീവായ കാഴ്ചപ്പാട് ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നതോടുകൂടി അവരുടെ ജീവിത നിലവാരം തന്നെ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മറ്റൊരു കാര്യം പോസിറ്റീവായിട്ടുള്ളത്, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു അമ്മയും 2 ആൺകുട്ടികളും ഒരു ഭർത്താവുമുള്ള വീടാണെങ്കിൽ അമ്മയ്ക്ക് സൗജന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ കാറുകളെ ആശ്രയിച്ച് നഗരത്തിലേക്കൊക്കെ പോകുന്നവർ ചിലപ്പോൾ KSRTC ബസ്സിൽ പോയെന്ന് വരാം. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് പകരം 3 ആളുടെ ടിക്കറ്റ് കിട്ടുന്ന നിലയുണ്ടാവും. അങ്ങനെ പല ഭാഗങ്ങളും വകുപ്പും അതുപോലെ തന്നെ മുന്നണിയും പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിപ്ലവകരമായ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഇപ്പോൾ തന്നെ സർക്കാർ ശേഖരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജെൻഡർ ടിക്കറ്റിംഗ് അടക്കം നടപ്പിലാക്കിക്കൊണ്ടാണ് ഒരു 8 ലക്ഷം ആളുകളെയാണ്, 8 ലക്ഷം സ്ത്രീകളെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അവർക്ക് നമ്മുടെ ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞതുപോലെ പദ്ധതി നടപ്പിലാക്കി തുടങ്ങുമ്പോൾ പണം വരും എന്നൊരു പ്രതീക്ഷ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയിലേക്ക് കടക്കാൻ സർക്കാർ ഒരുങ്ങുകയും ചെയ്തത്.